പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എളുപ്പത്തിൽ നമുക്കൊരു കറി തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായ മാങ്ങ, തക്കാളി. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മതി. മാങ്ങയില ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതാക്കി വൃത്തിയാക്കി എടുക്കണം. തക്കാളി, 2 പച്ചമുളക്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ വെച്ചാലും ഒരു തൈര് കറിയോ അല്ലെങ്കിൽ രസമൊക്കെ വെക്കാറുണ്ട്, കൂട്ടുപൊഴിച്ച് കറിയായിട്ട്. അതിന് പകരമായിട്ട് നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതുപോലെ ഒരു മാങ്ങ മതി. പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങ മതി. ആ മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അതിനൊപ്പം ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിന് നമുക്ക് ആ മാങ്ങ ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങയും തക്കാളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. മാങ്ങയ്ക്ക് അധികം വേവൊന്നും ഇല്ല, പെട്ടെന്ന് വെന്തോളൂ. അതല്ല വേവണമെങ്കിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഇതിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഞാൻ ഇത് മാങ്ങയും തക്കാളിയും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്നവർക്ക് വെള്ളവും കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലൊരു കറി വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നാലും ഒരു മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ തക്കാളിയും മാങ്ങയൊക്കെ എപ്പോഴും എല്ലാവരുടെ വീട്ടിൽ കാണാറുണ്ട്. മാങ്ങ സീസണൊക്കെയാണ്, അപ്പോൾ മാങ്ങ എല്ലാവരുടെ വീട്ടിൽ കാണും. അപ്പോൾ പെട്ടെന്ന് നമുക്കിതുപോലെ ഒരു കറി തയ്യാറാക്കാം. വേകുന്നതിന് വേണ്ടി ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊടിയൊന്നും വേണ്ട. ഒരു എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയൊക്കെ മതി. മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അല്പം ഗരം മസാലപ്പൊടി, ഇത്രയും മതി. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും മതി. 1 സ്പൂണോ 1/2 സ്പൂണോ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം പൊടിയുടെ. അതിനുവേണ്ടി ഇതിലുള്ള ആ എണ്ണയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, ആ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വേണ്ടി. നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്നാൽ ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റുമായ ഒരു കറിയാണ്, ടേസ്റ്റിയായ കറിയാണ്. ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമുക്കൊരു കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ ഇവിടെ പിഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അല്പം ഉപ്പ് ചേർത്തിരുന്നു, എന്നാലും ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്തിരി ഒന്ന് തേങ്ങാപ്പാലൊഴിച്ച് ഈ കറി ഇതെല്ലാം ഒന്ന് യോജിക്കുന്നതിന് വേണ്ടി ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. തിള വന്ന ഉടനെ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റിയായൊരു നല്ലൊരു കറി തയ്യാറായി. ചോറിനൊക്കെ പോയി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം.